ഒരുപാട് സംശയങ്ങൾ ഉന്നയിക്കാവുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ അന്വേഷിക്കുന്നതിനപ്പുറത്ത് ആരൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രത്തിൽ വരുന്ന ഭക്തരെ ചൂഷണം ചെയ്ത് പൈസ ഉണ്ടാക്കാൻ നോക്കുന്നത് എന്ന പരിശോധന അനിവാര്യമല്ലേ? തീർച്ചയായിട്ടും അഭിലാഷേ, ഇപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമുക്ക് ചിന്തിക്കണം, ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് നമുക്ക് ചിന്തിക്കണം. ആരായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സംവിധാനങ്ങളെല്ലാം ഇളക്കിയെടുത്ത് ചെന്നൈക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ദ്വാരപാലകരെ ഇളക്കിയെടുത്ത് ചെന്നൈക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിച്ചവർ എന്ന് നമുക്ക് പരിശോധിക്കണം. ആ സമയത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആരായിരുന്നു പരിശോധിക്കണം. ആ സമയത്ത് ദേവസ്വം കൈകാര്യം ചെയ്ത മന്ത്രി ആരായിരുന്നു പരിശോധിക്കണം. ആ സമയത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു പരിശോധിക്കണം. അങ്ങനെയൊക്കെ പരിശോധിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത് രാഷ്ട്രീയത്തിലേക്ക് ചെന്ന് എത്തുമെന്നേ. ഒരു ചൂണ്ടുവിരൽ, ഒരു വലിയ അടിമുടി ദുരൂഹത നിറഞ്ഞ വലിയ ഒരു അഴിമതിയുടെ, ഒരു കൊള്ളയുടെ ചൂണ്ടുവിരൽ തങ്ങളിലേക്ക് നീളുമ്പോൾ അതിൽ രാഷ്ട്രീയം കാണരുത് എന്ന് പറഞ്ഞിട്ട് തടി തപ്പാനൊന്നും CPM-നെ കൊണ്ട് പറ്റൂല. എൻ്റെ അഭിലാഷം ഇപ്പോൾ തുടങ്ങിയ CPM-നെ പ്രതിനിധി പറഞ്ഞ് രസകരമായിട്ടൊരു കാര്യമുണ്ട്. മാതൃഭൂമി പത്രത്തിൽ ചിലപ്പോൾ തെറ്റ് പറ്റിയിട്ടുണ്ടാവും. ഒന്ന് ആലോചിക്കണം, 1998 മാതൃഭൂമി പത്രത്തിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വന്ന ഒരു വാർത്ത, അതും ഇവരുടെ സമുന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള ശ്രീ EK നായനാർ കേരളം ഭരിക്കുമ്പോൾ ഇവിടുത്തെ ദേവസ്വത്തെ തെറ്റായിരുന്നു എന്ന്. ഞാൻ പറയാത്ത കാര്യം എന്നിൽ ചോദണ്ട. ഞാൻ മാതൃഭൂമി വാർത്തയ്ക്കകത്ത് തെറ്റുപറ്റിയെന്ന് അക്ഷരം പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്തൊരു കാര്യം അങ്ങ് പറയുന്നത്. ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ചർച്ച അലമ്പാക്കല്ലെന്ന്, നിങ്ങൾ ചർച്ച അലമ്പാക്കല്ലേ, നിങ്ങൾ ചർച്ച അലമ്പാക്കല്ലേ, നിങ്ങൾ ചർച്ച അലമ്പാക്കല്ലേ. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇതെവിടെയാണ് നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണിത്. എന്റെ അഭിലാഷി അന്ന് അദ്ദേഹത്തോടൊന്നും മിണ്ടായിരിക്കാൻ പറയൂ. ശരി ശരി, അഭിലാഷം മിണ്ടായിരിക്കാൻ പറയും. നിങ്ങളുടെ അവസരത്തിൽ നിങ്ങൾ പറയൂ. എന്താണ് ആദ്യമായിട്ട് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് പോലെ നിങ്ങൾ ആദ്യമായിട്ട് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് സംസാരിക്കല്ലേ. ഇത് കൺക്ലൂഡ് ചെയ്യാം. അങ്ങനെ ഇവരെ പേടിച്ചാൽ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. എനിക്ക് പറയാനുള്ള കാര്യം പറയണ്ടേ? അത് ശരി, പറയാനുള്ള കാര്യം പറയട്ടെ. ഇടയ്ക്ക് കയറി ഇടപെടല്ലേന്ന്. ഇനി താങ്കളുടെ അവസരത്തിൽ താങ്കൾ പറയാ. വിടുന്നത് എങ്ങോട്ടാ? അഭിലാഷം പറഞ്ഞു വരട്ടെന്ന് പോയിന്റ് ആണ് പറയുന്നത്. പോയിന്റ് പറയുമ്പോൾ ഇവർക്കുള്ള ഇഷ്ടമുള്ള പോയിന്റ് പറയണം. ഞാൻ പറയുന്ന കേൾക്ക്. അതിലെന്തെങ്കിലും അഭിപ്രായം ഉണ്ട് താങ്കളുടെ ടേണിൽ പറയൂ. അങ്ങനെയല്ലേ ഒരു ജനാധിപത്യ രീതിയിൽ ചർച്ച പോകുന്നത്. അല്ല ചർച്ചക്കടയിൽ കയറി അലമ്പാക്കിട്ടാ. ഇത് ഈ ചർച്ച മാത്രമൊന്നുമല്ല. ഞാൻ ധാരാളം ചർച്ചകളിൽ പങ്കെടുത്തപ്പോഴും അല്ലാതെ പുറത്തുനിന്ന് കണ്ടപ്പോഴൊക്കെ ഈ ഇടതുപക്ഷ പ്രതിനിധികളുടെ സ്ഥിരം പരിപാടിയാണിത്. അവർക്കൊന്നും പറയാനില്ലാതാവുമ്പോഴത്തേക്ക് ഇങ്ങനെ ചർച്ച അലമ്പാക്കുന്നത്. ഞാൻ പറയട്ടെ, ഇതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് അത് തന്നെ തെറ്റാണെന്ന് ശ്രീ EK നായനാർ, ഞാൻ പറയട്ടെ, വീണ്ടും വെച്ചുണ്ടാക്കുന്ന ശ്രീ EK നായനാർ കേരളം ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അന്നത്തെ ദേവസ്വം മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ മാതൃഭൂമി പത്രം കൊടുത്ത ഈ വാർത്ത തെറ്റാണെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും ഒരു പരാതി സ്റ്റേറ്റ്മെന്റോ കൊടുത്തിട്ടുണ്ടോ? ഇത് ഇവർ ആരെ വിഡ്ഢിയാക്കാൻ വേണ്ടി നോക്കുന്നത്? കേരളത്തിലെ മുഖ്യധാര പത്രങ്ങളിലെല്ലാം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്ത, ആ കാലഘട്ടത്തിൽ ശബരിമലയിലെ 30.3 കിലോഗ്രാം 30 കിലോഗ്രാം 300 ഗ്രാം സ്വർണം പൂശുക എന്ന് പറയുന്ന ചെറിയ കാര്യമൊന്നുമല്ല. കേരളത്തിൽ വലിയ രീതിയിൽ വന്ന വാർത്തയായിരുന്നു. അതിനുശേഷം 2019 ഏകദേശം 20 വർഷത്തിന് ശേഷം വന്ന ദേവസ്വത്തിന്റെ ഓർഡറിൽ എഴുതിയിരിക്കുന്നത് ഈ ചെമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ദ്വാരപാലക ശില്പങ്ങളെ സ്വർണം പൂശാൻ കൊണ്ടുപോകണമെന്നാണ്. അതായത് സ്വർണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞ ദ്വാരപാലക ശില്പത്തെ 2019 ആകുമ്പോൾ എങ്ങനെയാണ് സ്വർണം പൂശിയതാകുന്നത്? ഈ പൊതിയലും പൂശലും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്വർണപ്പാളികൾ കൊണ്ട് പൊതിയുക എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ ഷീറ്റുകൾ ഉപയോഗിച്ചിട്ട് ആ ശില്പത്തെ പൊതിഞ്ഞു വെക്കുക, കവർ ചെയ്യുക, അതിന്റെ പുറത്ത് പൂർണ്ണമായിട്ടുള്ള സ്വർണപ്പാളികൾ ഉണ്ടാകും എന്ന് തന്നെയാണ്. ഇനി സ്വർണം പൂശുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രോപ്ലേറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ അതിനകത്തേക്ക് സ്വർണത്തിന്റെ തരികൾ നമ്മൾ ഇലക്ട്രോണിക് സംവിധാനം വഴി അതിലോട്ട് ചേർത്ത് വെക്കലാണ്. രണ്ടും രണ്ടാണ്. അപ്പോൾ ദേവസ്വത്തിന്റെ ഓർഡറിൽ തന്നെ തെറ്റുണ്ട്. പിന്നെ ഈ 2019 പുതിയ ഒരു ആള് വന്നിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആരാണ് ഇയാള്? അതിനുത്തരം പറയേണ്ടവര്. 2019 കേരളം ഭരിച്ചാരാ? ദേവസ്വം ബോർഡ് കൈയാളിയതാരാ? ആ സമയത്ത് ദേവസ്വം പ്രസിഡന്റ് ആരായിരുന്നു? ഏതോ ഒരു ലോകത്തുനിന്നൊരു ഉണ്ണികൃഷ്ണൻ പോറ്റി വരികയാണ്. അദ്ദേഹം പറയാണ് ഞാനിതെല്ലാം കൊണ്ടുപോയിക്കോളാം, ഞാനിതെല്ലാം ഒന്നുകൂടി ഒന്ന് പാച്ച് വർക്ക് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവന്നേക്കാം എന്ന് പറയുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുത്തുവിട്ടത്? ഈ നമ്മൾ കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അടിമുടി ദുരൂഹതയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രം എവിടെ നിന്ന് വന്നു? അതിനെക്കുറിച്ച് ഒരു ഉത്തരം പറയണ്ടേ?
അതിനെക്കുറിച്ച് ഉത്തരം ചോദിക്കുമ്പോഴത്തേക്ക് രാഷ്ട്രീയപരമായിട്ട് ചർച്ച ചെയ്യാൻ പാടില്ലെന്ന് എങ്ങനെയാ പറയാ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിനെ കൊണ്ടുവന്നതിന് ഇവർക്ക് പങ്കുണ്ടെന്ന്. ആ സമയത്ത് ദേവസ്വം മന്ത്രി ആരായിരുന്നു? അല്ല, എനിക്ക് കഴിഞ്ഞ ലാസ്റ്റ് ഒരു മനോട് പറയട്ടെ. ഇത് ഇവർ രാഷ്ട്രീയം പറയരുതെന്ന് പറയട്ടെ. ഒരു കാര്യം കൂടെ അഭിലാഷേ, രാഷ്ട്രീയം പറയരുതെന്ന് പറയുന്ന അതേ LDF-ന്റെ CPM-ന്റെ പ്രതിനിധി തന്നെ പറയുകയാണ് ഇത് ആഗോള അയ്യപ്പ സംഗമം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് BJP ഉൾപ്പെടെ ഉള്ള ആൾക്കാർ കൊണ്ടുവന്നുള്ള ആരോപണമാണ്. നോക്കണേ, അപ്പൊ അവർക്ക് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി രാഷ്ട്രീയം പറയാം, പക്ഷേ ഞങ്ങൾ ഇതിനെ ചോദ്യം ചെയ്യുമ്പോഴാണ് രാഷ്ട്രീയം പറയാൻ വേണ്ടി പറ്റാത്തത്. നോക്കൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ 2025 ആണ്ടില് CPM-ന്റെ സർക്കാർ വരുമെന്നും LDF-ന്റെ സർക്കാർ വരുമെന്നും അവരിവിടെ ആഗോള അയ്യപ്പ സംഗമം നടത്തും എന്നും വിചാരിച്ചിട്ടാണ് 1998 വിജയ് മല്യ കൊണ്ടുവന്നിട്ട് ഈ സ്വർണ്ണപ്പാളികൾ വെച്ചിട്ട് പൊതിഞ്ഞത്. ഇനി 2025 ആഗോള അയ്യപ്പ സംഗമം ഈ ഇടതുപക്ഷ സർക്കാർ നടത്തും എന്ന് വിചാരിച്ചിട്ടാണോ 2019 ഇവർ ഈ സ്വർണ്ണ തകിടെല്ലാം കൂടി ഇളക്കി ചെന്നൈക്ക് കൊടുത്തുവിട്ടത്? ഇതെല്ലാം നടന്നത്, ഈ സ്കാം, ഈ വലിയ കൊള്ള മൊത്തം നടന്നത് ഇതിന് മുമ്പാണെന്ന്. അത് ഒരു കാര്യം കൂടി, ഇതിനകത്ത് ഈ സ്കാമുമായിട്ട് ഈ കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മുഴുവൻ വിഷയങ്ങളും പുറത്തു വരുന്ന എപ്പോഴാണ്? ഹൈക്കോടതിയിൽ ഈ വിഷയം വന്നതിന് ശേഷമാണ്. അപ്പോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ് വന്നപ്പോഴാണ് ഈ കാര്യം പുറത്തായിട്ടുള്ളത്. ഇത് പരിപൂർണമായിട്ടുള്ള കൊള്ളയാണ്. ആ കൊള്ളയിൽ ക്ഷേത്രത്തെ ഉപയോഗിച്ചുള്ള ക്ഷേത്ര കൊള്ളയാണ് നടന്നിട്ടുള്ളത്. അതിൽ നിന്ന് സർക്കാരിന് CPM-ന് ദേവസ്വം മന്ത്രിക്ക് ഒഴിഞ്ഞു മാറാനാവില്ല.